സിനിമാറ്റിക് യൂണിവേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. റിയാൻ റെനോൾഡ്സ് അവതരിപ്പിച്ച ഡെഡ്പൂളും ഹ്യൂ ജാക്സ്മാന്റെ വൂൾവറിനും ഒന്നിച്ച ചിത്രം തിയേറ്ററിലെത്തി വെറും 5 ദിവസം കൊണ്ട് തിരുത്തിയത് ചരിത്രമാണ്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 2024 ഏറ്റവും മികച്ച വാരാന്ത്യ കളക്ഷൻ നേടിയ ചിത്രം ഇതുവരെ കീശയിലാക്കിയത് $500 മില്യൺ. അക്ഷരാർത്ഥത്തിൽ മാർവലിന്റെ മിശിഹായായി ഡെഡ്പൂൾ മാറുന്ന കാഴ്ച. ഈ വർഷം പുറത്തിറങ്ങിയ ആകെ ചിത്രങ്ങളുടെ കളക്ഷനിൽ 6ാം സ്ഥാനവും R-rated ചിത്രങ്ങളിൽ 1ാം സ്ഥാനവുമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ നേടിയത്. ഇന്ത്യയിൽ തമിഴ്നാടൻ ധനുഷിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ രായനൊപ്പമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ റിലീസിനെത്തിയത്. എന്നാൽ രായൻ 2 ദിവസം കൊണ്ട് 12 കോടി നേടിയപ്പോൾ ഡെഡ്പൂൾ നേടിയത് 13 കോടി. 90% ഒക്യുപ്പൻസിയാണ് ചിത്രത്തിന് ഉണ്ടായിരുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പുറത്തിറക്കിയ ഡെഡ്പൂൾ സിനിമകളുടെ തുടർച്ചയാണിത്. പിങ്ക് പാന്തർ, നൈറ്റ് ആൻഡ് ദ മ്യൂസിയം എന്നീ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഷോൺ ലെവി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ത്രസിപ്പിക്കുന്ന പ്ലോട്ട് ട്വിസ്റ്റ് കൊണ്ടും ചിത്രീകരണ മികവ് കൊണ്ടും ശ്രദ്ധ നേടുകയാണ്. ലോഗൻ എന്ന വൂൾവറിന്റെ മികച്ച തിരിച്ചുവരവായി കൂടിയാണ് ചിത്രത്തെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. മാർവലിന്റെ ലോക്കി സീരീസിൽ പരിചയപ്പെടുത്തുന്ന ടൈം വേരിയന്റ് അതോറിറ്റി ഡെഡ്പൂളിനെയും വൂൾവറിനെയും ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതാണ് കഥയുടെ ഉള്ളടക്കം. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കഥാപാത്രങ്ങളും ആക്ഷൻ രംഗങ്ങളും ആരാധകർക്ക് സമ്മാനിക്കുന്നത് പ്രത്യേക അനുഭൂതിയാണ്. അതുതന്നെയാണ് R-rated ചിത്രമായിരുന്നിട്ടും ഡെഡ്പൂളിനെ ലോക റെക്കോർഡുകളുമായി മുന്നോട്ട് നയിക്കുന്നത്. കണക്കുകൾ പ്രകാരം R-rated ചിത്രങ്ങളുടെ കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ളത് ജോക്കറാണ്. വാക്കിൻ ഫീനിക്സിനെ നായകനാക്കി ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആകെ കളക്ഷൻ 10,000 കോടിയിലധികമാണ്. 2ാം സ്ഥാനത്ത് 8,200 കോടി ഗ്രോസ് കളക്ഷനുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമറും 3ാം സ്ഥാനത്ത് ഡെഡ്പൂൾ 2ഉം തൊട്ടുപിറകിൽ ഡെഡ്പൂൾ ആദ്യ ഭാഗവുമാണ്. റിലീസിനു ശേഷമുള്ള ദിവസങ്ങളിലും കളക്ഷൻ തുടരാനായാൽ പുതിയ ചിത്രം ഈ റെക്കോർഡുകളെ തകർത്തേക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ഇപ്പോൾ ഡിസ്നിക്ക് കീഴിലുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ MCU ആഗോള വിപണിയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമാ ഫ്രാഞ്ചൈസിയാണ്. 2.5 ലക്ഷം കോടി രൂപയാണ് MCUവിന്റെ പുതിയ റെക്കോർഡ്. 16 വർഷത്തിനിടെ 34 സിനിമകളുമായി എത്തിയ ഫ്രാഞ്ചൈസി ഡിസ്നിക്ക് കീഴിൽ വന്നതിനെതിരെ ആരാധകർ രോഷം പ്രകടിപ്പിച്ചിരുന്നു. എറ്റേണൽസ്, മാർവൽസ്, ആൻഡ്മാൻ ആൻഡ് വാസ്പ്, ക്വാണ്ടമാനിയ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതോടെ എൻഡ് ഗെയിമിന് ശേഷമുണ്ടായ ഇടിവിൽ നിന്ന് MCUവിനെ കരകയറ്റാൻ വാൾട്ട് ഡിസ്നിക്കും സാധ്യമല്ലെന്ന ആക്ഷേപം ശക്തമായി. എന്നാൽ 2021 സ്പൈഡർമാൻ നോ വേ ഹോമും 2022 ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസും വലിയ കളക്ഷൻ നേടി. അതോടെ 4ാം ഫേസിൽ ആരംഭിച്ച മൾട്ടിവേഴ്സ് സാഗയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ വന്നു തുടങ്ങി. എന്നാൽ 5ാം ഫേസിൽ ഗാർഡിയൻ ഓഫ് ഗാലക്സി 3ക്ക് മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത്. ക്വാളിറ്റിയിൽ കൺസിസ്റ്റൻസി സൂക്ഷിക്കാത്തതും ഇൻഫിനിറ്റി സാഗ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനാവാത്തതും പുതിയ സിനിമകളിലുള്ള പ്രതീക്ഷകൾ വറ്റിച്ചിരുന്നു. ഈ സ്പേസിലേക്കാണ് 20th സെഞ്ച്വറി ഫോക്സിന്റെ കീഴിൽ നിന്നും ഡെഡ്പൂൾ ഡിസ്നിക്ക് കീഴിലെ മാർവലിലേക്ക് എത്തുന്നത്. ഫോക്സിന്റെ ഡെത്ത് ആണ് സിനിമ എന്ന പരാമർശങ്ങളും പലയിടങ്ങളിലായി കാണാം. ട്രെയിലർ റിലീസ് മുതൽ ഏറെ സ്വീകാര്യത നേടിയ ഡെഡ്പൂൾ ഡിസ്നിയെയും ഫോക്സിനെയും അടക്കം കളിയാക്കുന്നുണ്ട്. എന്തായാലും ഡിസ്നി സ്ട്രാറ്റജികളിൽ പടം പ്രതീക്ഷ തിരിച്ചുപിടിക്കുകയാണ്. 6ാം ഫേസിൽ കോമിക് സീരീസുകളിലെ ഏറ്റവും ശക്തനായ വില്ലൻ എന്ന് സ്രഷ്ടാവ് സ്റ്റാൻലി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ഡൂമായി റോബർട്ട് ഡൗണി ജൂനിയർ എത്തുമെന്ന് അറിയിച്ചതോടുകൂടി മാർവലിനോടുള്ള പഴയ ആവേശവും ശക്തിപ്പെടുന്നു. ഹോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം മുൻ സിനിമകളുടെ തുടർച്ചയ്ക്കാണ്. 2015 പുറത്തിറങ്ങിയ ഇൻസൈഡ് ഔട്ടിന്റെ 2ാം ഭാഗവും 2021 പുറത്തിറങ്ങിയ ഡൂണിന്റെ 2ാം ഭാഗവും ഡെസ്പിക്കബിൾ ഫോർ മീയുടെ 4ാം ഭാഗവുമാണ് ടോപ്പ് ലിസ്റ്റിലുള്ളത്. 1ാം സ്ഥാനത്തുള്ള ഇൻസൈഡ് ഔട്ട് 2ഉം 6ാം സ്ഥാനത്തുള്ള ഡെഡ്പൂളും 7ാം സ്ഥാനത്തുള്ള കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സും ഡിസ്നി സ്റ്റുഡിയോയുടെ നിർമ്മാണത്തിലാണ്. ഈ 3 ചിത്രങ്ങളും വാരാന്ത്യ കളക്ഷൻ റെക്കോർഡ് നേടിയതോടെ ആഗോള ബോക്സ് ഓഫീസ് റിലീസുകളിൽ 6ൽ 5ഉം സ്വന്തമായെന്നാണ് ഡിസ്നിയുടെ അവകാശവാദം. എന്നാൽ ഈ വർഷത്തെ റെക്കോർഡുകൾക്ക് 2023 ബാർബിയുടെയോ ദ സൂപ്പർ മാരിയോ ബ്രോസിന്റെയോ കളക്ഷനുകൾക്ക് അടുത്തെത്താനായിട്ടില്ല. അടുത്ത 5 മാസങ്ങളിലായി പുറത്തിറങ്ങാനിരിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് 1, ജോക്കർ 2, വെനം, ഗ്ലാഡിയേറ്റർ 2 തുടങ്ങിയ ചിത്രങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.